അതുകൊണ്ട് തന്നെയാണ് ഞാനും നമ്മുടെ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പ് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിനുള്ള ആശംസയ്ക്കും ലത്തീൻ ഭാഷയിൽ ആരംഭം കുറിച്ചത്. കൊച്ചി രൂപതയിലെ എല്ലാ വൈദികരെയും ഞാൻ അറിയുന്നതാണ്. അതായത് 16 വർഷത്തോളമായി കാറ്റഗിസം വിസിറ്റിംഗ് ടീമിൽ അംഗമായിരുന്നു. അപ്പോൾ എല്ലാ പള്ളികളിലും, കൊച്ചി രൂപതയിലെ എല്ലാ പള്ളികളിലും, കാറ്റഗിസം നടക്കുന്ന എല്ലാ ചാപ്പലുകളിലും ഞാൻ പോകാറുണ്ട്. പക്ഷേ കുമ്പളങ്ങിയിലെ കല്ലഞ്ചേരി എന്ന ഇടവകയിൽ ഞാൻ വിസിറ്റിങ്ങിന് പോയപ്പോഴാണ് ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ അച്ഛനെ ഞാൻ ആദ്യമായി കാണുന്നത്. എല്ലാ വൈദികരെയും അറിയും എന്ന ചിന്താഗതിക്ക് ഒരു മാറ്റം വന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഇൻസ്പെക്ഷൻ തന്നെയായിരുന്നു. ആന്റണി കാട്ടിപ്പറമ്പിൽ അച്ഛനെ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ വളരെ വർഷങ്ങൾ അദ്ദേഹം പഠനങ്ങൾക്കും വൈദിക ശുശ്രൂഷകൾക്കുമായി വിദേശങ്ങളിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചിന്തിച്ചു, അതുകൊണ്ടാവാം അദ്ദേഹത്തെ എനിക്ക് കാണാനാകാഞ്ഞതും അറിയാനാകാഞ്ഞതും. ഞങ്ങൾ അന്ന് വിദേശത്തെയും സ്വദേശത്തെയും കാറ്റഗിസത്തെ പറ്റി ഒത്തിരി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച്. അച്ഛനെ എനിക്ക് പരിചയമില്ലെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ സൂചിപ്പിച്ചുമില്ല. ചിരപരിചിതരെ പോലെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയധികം കഴിവുകൾ നിറഞ്ഞ ഈ വൈദികനെ വളരെ ചുരുക്കം ജനമുള്ള, ഈ കാക്ക പോലും പറക്കില്ലെന്ന ഒരു പഴമൊഴി പറയുന്ന ഒരു ദ്വീപാണ്, ഒരു ചെറിയ ദ്വീപാണ് കല്ലഞ്ചേരിയിലെ ഈ ഇടവക. ആ ഇടവകയിലെ വികാരിയാക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നിയത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ്. ആർസിലെ വികാരിയായ വിശുദ്ധ ജോൺ മരിയ വിയാനി ആ ഇടവകയിലേക്ക് നിയമിക്കുമ്പോൾ ദൈവം കണ്ടത് തന്നെയാണ് നമ്മുടെ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പൽ പിതാവിൻ്റെ കാര്യത്തിലും. ഈ ലോകത്തിലെ എല്ലാവരുടെയും മധ്യസ്ഥനായി ദൈവിക തലത്തിലേക്ക് ഉയർത്തപ്പെട്ടതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അതെ, അന്നത്തെ ബഹുമാനപ്പെട്ട ആന്റണി കാട്ടിപ്പറമ്പിൽ അച്ഛനും ഉയർത്തപ്പെട്ടു നമ്മുടെ കൊച്ചി രൂപതയുടെ മെത്രാനെന്ന, അച്ചപാലകനെന്ന ദൈവിക ദാനമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ദൈവമേ, കൊച്ചി രൂപതയെ ഇടയനായി ഇന്ന് നിയോഗിക്കപ്പെടുന്ന റൈറ്റ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ അന്ന് പരിചയപ്പെടാനും ആ സൗഹൃദത്തെയും സ്നേഹത്തെയും ആത്മീയ നിറവിനെയും ദൈവിക സാന്നിധ്യത്തെയും ഹൃദയത്തിലേറ്റാൻ അവസരം തന്നതിന് ഒത്തിരി ഞാൻ നന്ദി പറയുകയാണ്. സ്നേഹാധർമ്മിയായ പിതാവേ, അങ്ങ് ദൈവിക മഹത്വങ്ങളിലേക്കും സഭയുടെ ഔന്നത്യങ്ങളിലേക്കും വിശുദ്ധിയിലേക്കും വിശുദ്ധന്മാരുടെ ഗണത്തിലേക്കും ചേരാനുള്ള കൃപ അങ്ങേക്ക് തീർച്ചയായും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുടെ നിറവിൽ ഞാനും ഗ്രേഷ്യ ഡി സം ഈറ്റ് ക്വാഡ് സം. അതേ പിതാവേ, ഈ മോട്ടോ അങ്ങിൽ നിറവേറട്ടെ എന്ന് അങ്ങയുടെ അരൂർ ഇടവകയിലെ ഒരു കുഞ്ഞാട് മാനുവൽ ടി തോമസ്, അവിടുത്തെ ഒരു കാറ്റഗിസം ടീച്ചറാണ്. വർഷങ്ങളായിട്ട് കാറ്റഗിസം വിസിറ്റിംഗ് ടീമിൻ്റെ അംഗവുമായിരുന്നു. അരൂരാണ് എൻ്റെ വീട്, തൊട്ടക്കാട്ട്. ഒത്തിരി നന്ദി പിതാവേ.